വിദേശികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് ഏകജാലക സംവിധാനം നിലവിൽ വന്നു. ഇതിനാവശ്യമായ മുഴുവൻ നടപടിക്രമങ്ങളും ഇനി ഒരു ഓഫീസിൽ തന്നെ പൂർത്തിയാക്കാനാവും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള എല്ലാ രേഖകളും നടപടിക്രമങ്ങളും ഒരു സ്ഥലത്ത് തന്നെ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുകയാണ് പുതിയ സംവിധാനം വഴി ലക്ഷ്യമിടുന്നത്. ഇതിനായി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ HR വകുപ്പിന് പിറകിലായി ആരംഭിച്ച പുതിയ കാര്യാലയം ഇന്ന് രാവിലെ പൊതുസുരക്ഷാ വിഭാഗം ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സാദ് ബിൻ ജാസിം അൽ ഖുലൈഫി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ പ്രവാസി സമൂഹങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെയും മാധ്യമപ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഓഫീസ് എന്ന് പേരിട്ടിരിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധികൃതർ വിശദീകരിച്ചു. നിലവിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച ശേഷം ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ, ആരോഗ്യ ഉന്നതാധികാര സമിതി, പൊതുജനാരോഗ്യ മന്ത്രാലയം, എംബസി എന്നിവിടങ്ങളിൽ നിന്നുള്ള രേഖകൾ കൂടി ശരിയാക്കിയാൽ മാത്രമേ മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ സാധിക്കൂ. ഇടക്ക് അവധി ദിവസങ്ങൾ വരുന്നതും നടപടിക്രമങ്ങളിൽ വരുന്ന കാലതാമസവും കാരണം പലപ്പോഴും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഭൌതിക ശരീരം നാട്ടിലെത്തുന്നത്. പുതിയ കാര്യാലയം പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ എല്ലാ നടപടിക്രമങ്ങളും ഒരിടത്ത് തന്നെ പൂർത്തിയാക്കി മൃതദേഹം മണിക്കൂറുകൾക്കകം നാട്ടിലേക്ക് അയക്കാൻ കഴിയും. വിവിധ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ ഖത്തർ എയർവേസുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഖത്തർ എയർവേസിന് സർവീസില്ലാത്ത കേന്ദ്രങ്ങളിൽ മറ്റ് എയർലൈൻസുകൾ വഴി മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള സൌകര്യവും ഖത്തർ എയർവേസ് തന്നെ ഒരുക്കും. വിവിധ സേവനങ്ങൾക്ക് ഈടാക്കി വരുന്ന ഫീസുകളും ഇളവ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. പരേതനായ ഹാജിക്ക ഉൾപ്പെടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ദീർഘകാലത്തെ ആവശ്യം കൂടിയാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. അൻവർ പാലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദോഹ.